ഇതിപ്പോൾ ഹമദ് ഹോസ്പിറ്റൽ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. നേരെ കാണുന്നത് ഹമദ് ഹോസ്പിറ്റലാണ്. ഇത് ഹമദ് ഹോസ്പിറ്റലിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇത് ഓപ്പോസിറ്റ് ഹമദ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റുള്ള മെട്രോയുടെ എക്സിറ്റ് ആണ്, അതായത് എക്സിറ്റ് നമ്പർ 1 ആണ്. അതേസമയം അപ്പുറത്ത് ഹമദ് ഹോസ്പിറ്റലിൻ്റെ എമർജൻസി സെക്ഷനിലോട്ട് നമുക്കൊരു എക്സിറ്റ് വരുന്നുണ്ട്. അതായത് ഡയറക്റ്റ് മെട്രോയിൽ നിന്ന് തന്നെ നമുക്ക് ഹമദ് ഹോസ്പിറ്റലിൻ്റെ ട്രോമ ആൻഡ് എമർജൻസി കെയറിലോട്ട് ചെന്ന് കയറാൻ പറ്റുന്ന ഒരു എക്സിറ്റ് നമുക്ക് അവിടെ തരുന്നുണ്ട്. ഇനി ഇത് നമ്മുടെ ഹമദ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങുന്ന മെട്രോ സ്റ്റേഷനാണ്. ഇത് നമ്മുടെ ബസ് സ്റ്റോപ്പാണ്, മെട്രോ ലിങ്കിൻ്റെ ബസ് സ്റ്റോപ്പാണ്. അതായത് 38608 ആണ് ബസ് സ്റ്റോപ്പിൻ്റെ നമ്പർ. അപ്പോൾ എല്ലാ ബസ് സ്റ്റോപ്പിൻ്റെ ഫ്രണ്ടിൽ നമ്മളിതാ ഈ കാണുന്ന പോലത്തെ ഒരു നോട്ടീസ് ബോർഡ് പോലത്തെ ഒരു സ്ക്രീനിൻ്റെ LED ബോർഡ് കാണും. അതിനകത്ത് നമുക്ക് ഏത് ബസ്സാണോ അതുവഴി പോകുന്നത്, ഏത് മെട്രോ ലിങ്ക് ആണോ അതുവഴി പോകുന്നത്, അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് ഏത് റൂട്ട് വഴിയാണ് പോകുന്നത്, ഏത് ബസ്സാണെന്നൊക്കെയുള്ള കറക്റ്റ് നമുക്ക് അതിനകത്ത് കിട്ടും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. നമ്മൾ ഏത് ബസ് സ്റ്റോപ്പിൽ പോയി നിന്നാലും നമുക്ക് ആ റൂട്ട് വഴിയാണോ, നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന റൂട്ട് വഴിയാണോ പോകുന്നതെന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്തിട്ട് പോവാം. അപ്പോൾ ഈ റൂട്ട് വഴി പോകുന്ന ബസ്സിൻ്റെ നമ്പർ M210 ആണ്. ഇത് ഹമദ് മെട്രോ സ്റ്റേഷൻ ടു അൽസദ് മെട്രോ സ്റ്റേഷൻ വരെ പോകുന്ന സർക്കുലർ സർവീസാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ലൂലു ഹൈപ്പർ മാർക്കറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പല ഷോപ്പുകളും പല സ്റ്റോപ്പുകളും നമുക്ക് അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് സർക്കുലർ സർവീസാണ്. ഹമദ് ഹോസ്പിറ്റലിൻ്റെ മെട്രോ സ്റ്റേഷൻ 1 മുതൽ അൽസദിൻ്റെ മെട്രോ സ്റ്റേഷൻ എൻട്രൻസ് 4 വരെയാണ് ഈ ബസ്സിൻ്റെ സർവീസ് ഉള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും ഹമദിലെത്തും, ഹമദിൽ വീണ്ടും അൽസദ്, അങ്ങനെ കറങ്ങി റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ്. പിന്നെ ഇനി ബസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ബസ് റൂട്ടും പിന്നെ ബസ് ഏതൊക്കെ ടൈമിലുണ്ടെന്നും എല്ലാം കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ 105 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഇതിൻ്റെ സർവീസിനെ കുറിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് കർവ പ്ലാനിംഗ് എന്ന് പറയുന്ന ആപ്പുണ്ട്, ബ്ലൂ കളറിൽ കാണുന്നതാണ് കർവ പ്ലാനിംഗ് എന്ന് പറയുന്ന ആപ്പ്. അതിനകത്ത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ മെട്രോ ട്രാമിൻ്റെ മെട്രോ ലിങ്കിൻ്റെയൊക്കെ മെട്രോ ട്രാം എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, ദോഹ മെട്രോ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പുണ്ട്. അതിനകത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഏത് സമയത്ത് എവിടെ കൂടിയൊക്കെ പോകുമെന്ന്. നോർമലി ഈ ബസ് തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ 23:57, അതായത് 11:57 വരെയും, അല്ലാത്ത ദിവസങ്ങളിൽ, അതായത് തേഴ്സ്ഡേ ഫ്രൈഡേ അല്ലാത്ത ദിവസങ്ങളിൽ 22:57 വരെയും, അതായത് 10:57 വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ടൈമിംഗ് വരുന്നത്. പിന്നെ എല്ലാ 12 മിനിറ്റിലും ഒരു ബസ് സർവീസ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബസ് ഫ്രീ ഓഫ് സർവീസാണ്. പക്ഷെ നമുക്ക് ഇതിലൊന്നുകിൽ നമുക്ക് ഈ കാണുന്ന മെട്രോ കാർഡോ അല്ലെങ്കിൽ നമുക്ക് കർവ ബസ്സിൻ്റെ കാർഡോ വേണം. ഇത് രണ്ടിൽ ഒന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഫ്രീ സർവീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ വരുന്ന ക്യൂട്ടായിട്ടുള്ള കുഞ്ഞുമ്പിടി ബസ്സാണ് നമ്മുടെ അൽസദ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഹമദ് മെട്രോ സ്റ്റേഷൻ വരെ പോകുന്ന ക്യൂട്ട് ബസ്സാണ്. ഈ കാർഡ് നമ്മൾ അകത്ത് ചെന്ന് ടാപ്പ് ചെയ്യണം. മെഷീനിൽ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ സീറ്റിൽ എവിടെയാണെന്ന് വെച്ചാൽ ഇരുന്ന് നമുക്ക് ഇറങ്ങാനുള്ളിടത്ത് നമ്മൾ സ്റ്റോപ്പ് ബട്ടണും കൂടി അടിച്ചു കഴിഞ്ഞാൽ ബസ് കൊണ്ട് നിർത്തി തരും, നമുക്ക് ഇറങ്ങാം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ.